ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും ഒരു സീരീസ് റിവ്യൂലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഏറെ നാൾ കാത്തിരുന്ന കരിക്കിൻ്റെ പുതിയൊരു സീരീസ് റിലീസ് ചെയ്യുന്നു. എപ്രാവശ്യം ഒരു വെബ് സീരീസായിട്ട് ടോട്ടലായിട്ട് ഒരുപാട് സീരീസാണ് റിലീസ് ചെയ്യാറ്. പല തവണയും നിരാശപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എന്താണ് ടോട്ടലി എന്താ പറയുക, എല്ലാത്തിനും മറികടന്നുകൊണ്ട് വ്യത്യസ്തമായിട്ടൊരു അറ്റംപ്റ്റ് തന്നെയാണ് അവർ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. ഒരു തിരിച്ചു വരും എന്നൊക്കെ പറയാൻ സാധിക്കും. എന്തായാലും ഏകദേശം ഡ്യൂറേഷൻ 31 മിനിറ്റാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പേര് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത പല വ്യക്തികളും വ്യത്യസ്തമായ രീതിയിൽ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. കാരണം ആക്ഷൻസ് ആണെങ്കിലും എല്ലാം കൊണ്ടൊരു സിനിമ കണ്ട പോലെ തന്നെ ഒരു ഫീലായിരുന്നു കണ്ടപ്പോൾ എനിക്ക് തോന്നി. ത്രൂഔട്ട് ആയിട്ടുള്ള കോമഡിയും ആക്ഷൻസും എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു ഒരു സീരീസ് എന്ന് പറയുമ്പോൾ പക്ക മാസ് സീരീസ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ തന്നെയായിരുന്നു ഇപ്രാവശ്യം അവർ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. നമുക്കതിൽ സ്റ്റോറി ഒന്ന് പരിശോധിക്കാം. സ്റ്റോറി എന്ന് പറയുമ്പോൾ കാസ്റ്റിംഗാണ് നമ്മുടെ ലോലൻ, അതുപോലെ തന്നെ കൃഷ്ണചന്ദ്രൻ, അതുപോലെ തന്നെ നമ്മുടെ ജോർജ്, ബാക്കി പല പല ടീമുകളും വന്നിട്ടുണ്ട്. ശംഭു, ഇതിൽ നമ്മുടെ പഴയ ടീമിൽ 2 വ്യക്തികൾ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. അതിൽ കുറച്ച് കാലം ജോർജ് ചേട്ടനായി വന്നിട്ടുള്ള വ്യക്തിയൊക്കെ ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് ഇതിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റോറി പറയുമ്പോൾ ലോലൻ്റെ വീട്ടിൽ നിന്നാണ് സ്റ്റോറി ആരംഭിക്കുന്നത്. ഒരു ടാക്സിൻ്റെ വർക്ക് നടക്കുന്നു. അപ്പോൾ അതുമായി നമ്മുടെ മഴവെള്ള വച്ചലിൻ്റെ അതിൻ്റെ പരസ്യം കൂടിയിട്ട് തന്നെ പ്രൊമോ കാര്യങ്ങൾ കൂടി നടന്നു പോകുന്നുണ്ട്. അത് നേരെ നമ്മുടെ കൃഷ്ണചന്ദ്രൻ്റെ അടുത്തേക്കാണ് കാണിക്കുന്ന ഒരു ബേക്കറിയിൽ ഒരു ജ്യൂസ് കുടിക്കുന്ന ഒരു പക്ക മാസമായിട്ടുള്ള സീൻസാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. കൃഷ്ണചന്ദ്രൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഓണത്തിൻ്റെ പരിപാടിയിലൊക്കെ പലതരം കള്ളനായിട്ടുള്ള എന്നുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു ഞെട്ടിച്ച് കളഞ്ഞു. കാരണം അത് കഴിഞ്ഞിട്ട് ഗംഭീരമായിട്ടുള്ള ആക്ഷൻ നടക്കുന്നുണ്ട് പോലീസിനായിട്ടൊക്കെ. അത് ഗംഭീരമായ സിനിമയിൽ പോലും ഇത്രയേറെ കൺവേഴ്സിംഗ് ആയിട്ടുള്ള സ്റ്റണ്ട് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും. അതുകൊണ്ട് തന്നെ ഭയങ്കര വ്യത്യസ്തമായി തന്നെ നാച്ചുറലായിട്ട് തോന്നിക്കുന്നുണ്ട് എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യാനുള്ള കാരണം ഗംഭീരമായിട്ടുള്ളൊരു ഫൈറ്റ് തന്നെ ഒരുക്കി വെച്ചാൽ അതിനെ മികച്ച കയ്യിൽ തന്നെ കൊടുക്കാൻ സാധിക്കുന്നുള്ള പ്രകടനം തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിത്ത് ലോലൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഇയാൾ വലിയൊരു ഗുണ്ടയാണെന്ന് അല്ലെങ്കിൽ ഗാങ്സ്റ്റർ എന്ന് പറയുമ്പോഴുള്ള എക്സ്പ്രഷൻ ഭയം നേരെ ശംഭുവിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. ജോർജ് ചെറിയൊരു ഷോട്ടിൽ മാത്രമേ ജോർജ് പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. ബാക്കിയൊക്കെ ഈ പോലീസുകാരും ലോലൻ ആൻഡ് ശംഭു കുറച്ച് ടീമുകളൊക്കെ തന്നെയാണ്. എടുത്തു പറഞ്ഞ കൃഷ്ണചന്ദ്രൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതിൽ ഗാങ്സ്റ്റർ അവതരിപ്പിച്ച ആ വ്യക്തിയുടെ കഥാപാത്രം തന്നെയാണ് എടുത്തു പറയേണ്ടത്. അത് ഗംഭീരമായിട്ട് അധികം ചെയ്ത് ഞെട്ടിച്ച് കളഞ്ഞു എനിക്ക് തോന്നുന്നു. നമ്മുടെ ഉൾക്ക എന്ന് പറയുന്ന കഥാപാത്രം നമ്മുടെ അതിലൊരു വ്യക്തി ഒരു ഗാങ്സ്റ്ററുള്ള കഥാപാത്രം ചെയ്തിരുന്നു, മല്ലാക്കാനായിട്ട്. അതിനേക്കാൾ പക്ഷെ അന്നത്ര ഒരു കൺവേഴ്സിംഗ് ആയിട്ട് ചേരാത്ത പോലെ തോന്നി. പക്ഷേ ഇത് അത് ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരു ഗാങ്സ്റ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആക്ഷൻസും കാര്യങ്ങളും ആ ലുക്ക് തന്നെ ടോട്ടലി മാറ്റി പിടിച്ചിട്ടുണ്ട്. അത് ഗംഭീരമായിട്ടുള്ള സ്റ്റൈലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആൾ പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഒട്ടും തന്നെ സീരിയസ്നെസ് ചോർന്നു പോകാത്ത രീതി തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് മികച്ച കൈയ്യടി തന്നെയാണ് പ്രസൻറ്റേഷൻ ചെയ്യേണ്ടത്. മറ്റൊരു പ്രത്യേക ഡയറക്ഷൻ ടോട്ടലി നല്ലൊരു ക്വാളിറ്റി വെച്ച് നമുക്കറിയാം. കരിക്കിൻ്റെ സ്ക്രിപ്റ്റിലുള്ള പോരായ്മ മറികട എപ്പോഴും തന്നെ ടോട്ടലി ഡയറക്ഷൻ തന്നെയാണ് നല്ല ക്വാളിറ്റി വൈസ് അവർ ചെയ്തിട്ടുണ്ട്. അത് ഗംഭീരമായിട്ട് തന്നെയാണ് ക്വാളിറ്റി ചെയ്തത്. ഏകദേശം 33 മിനിറ്റിൻ്റെ അടുത്തുള്ളെങ്കിൽ പോലും ആ രീതിയിൽ തന്നെ ഡയറക്ഷൻ ഓക്കെ തന്നെയാണ്. നല്ല ക്ലിയറൻസ് ക്യാമറ, എല്ലാ കാര്യം എഡിറ്റിംഗ് കാര്യങ്ങളും തന്നെ ഓക്കെ ലെവൽ തന്നെയായിരുന്നു. BGM എല്ലാം സെറ്റ് അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തു. എടുത്തു പറയേണ്ടത് ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സ്ക്രിപ്റ്റാണ്, തിരക്കഥ അത് ഗംഭീരമായ രീതിയിൽ തന്നെ ഇതിൻ്റെ തിരക്കഥ രചിച്ചിട്ടുണ്ട്. കാരണം ഒട്ടും തന്നെ ചോർന്നത് പല രംഗങ്ങളിലും നല്ല നല്ല കോമഡി സാധനങ്ങളൊക്കെ ഫ്രഷ്നസ് കീപ്പ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കരിക്കിൻ്റെ ഗംഭീരമായുള്ള തിരിച്ചുവരവ് തന്നെയാണ് എനിക്ക് സീരീസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പരിഗണിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.